മന്ദത്തേരിമ്പത്തേരിൽ ഞാനേ മാനത്തുടങ്ങിങ്ങോടിക്കോട്ടെ ഓലത്തത്തെ ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാഞ്ചക്കം ചാടിക്കോട്ടെ. അപ്പം ശിവ സ്കൂളിൽ പോകാൻ തയ്യാറെടുപ്പാണ്ടാ ഗൈസ്. ശിവനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ട് കാലത്ത് തന്നെ. ഓക്കെ അല്ലേ? നമ്മുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ ശിവുവിൻ്റെ ഇത് പേരിടലിൻ്റെ ടൈമല്ലേ? സൈമനെ പേരിടലിൻ്റെ ടൈമിലുള്ള ഫോട്ടോ ഉണ്ടത്. ഇത് ഞങ്ങൾ വാഗമണ്ണ് പോയപ്പെടുത്ത ഫോട്ടോ കേട്ടാ ശിവ നോക്കിയത്. പിന്നെ ഇത് നമ്മൾ പേരിടലിന് ശിവ തന്നെയാണ് ഇതായിരിക്കണം കേട്ടാ. ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോ. പിന്നെ അങ്ങനെ ഇത് ഞങ്ങൾ മൂന്നാർ പോയപ്പെടുത്ത ഫോട്ടോ കേട്ടാ. ഒരു പാട്ട് പാടിയിട്ട് പോവാം. ഒരു പാട്ട് പാടിയിട്ട് പോന്ന്. അതിന് ടാറ്റായോ? പഠിക്കണട്ടാ? പഠിക്കോ? കൂട്ടുകാർക്ക് കൊടുത്തോളൂട്ടാ. ടാറ്റാ. ഗൈസ്, എനിക്ക് അതിശക്തമായ ചുമയുണ്ടല്ലേ. ചുമയും കഫക്കെട്ടും ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പോൾ ആളുടെ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് എനിക്ക് അസുഖങ്ങൾ മാറാറുണ്ട്. കാരണം ഞാൻ അങ്ങോട്ട് പോവാ. മുതുവറയാണ് സ്ഥലം. ചോറൊക്കെ ചോറിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടാ. അല്ലേ? എന്തുകൊണ്ടാ അതിരുന്ന് വിശന്നിട്ടാണ് സാരില്ലേ. പോയിട്ട് വരാട്ടെ ഗൈസ്. സ്കൂളിൽ പോയി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ നോസ് പിന്ന് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പേടി കാരണം ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇന്ന് ഞാൻ നമ്മുടെ മച്ചാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ആളേക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആളുടെ കടയിൽ നടന്നത്. കിരൺ എന്നാണ് ഇവിടെ പേര്. തൃശ്ശൂർ കിഴക്കേ കോട്ടയിലാണ് ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് അവതാർ ടാറ്റൂസ് എന്നാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ കാണാം. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം എന്തായാലും ഞാൻ ചെയ്യാൻ പോകണം. എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നല്ലത് കമ്മലുണ്ട. കമ്മല് ഊരാണ്ട് വേണം ഇടാനായിട്ട്. കുറച്ചും ദിവസമായി അങ്ങനെ കുട്ടു മൂക്കുത്തിയൊക്കെ കുത്തി വന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റേ ഇതില്ലേ അമരക്കായ എന്താ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കയ്യും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇത് വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിവു വന്നിട്ട് ഇരുന്നിട്ട് വേഗം ഓടിപ്പോയി. അവൾ അങ്ങനെ ഇത്തിരി നേരം ഇരിക്കുള്ളൂ, അങ്ങനെ കുറേ നേരമൊന്നും ഇരിക്കില്ല. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് അപ്പോഴേക്കും ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചൊന്ന് എണീറ്റ് കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാണ്ട് അതൊക്കെ കഴിയുമ്പോഴേക്കും ചേച്ചിയും ചേട്ടനും വന്നു കേട്ടോ. മിക്ക വീക്കെൻഡിലും നമ്മുടെ ചേച്ചിയും ചേട്ടനും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷം. ഞാനല്ലെങ്കിൽ അവർ എങ്ങാനും ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചി ചേച്ചി വർക്ക് ചെയ്യണത് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ നേരമായിട്ട് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അന്ന് വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പോകാറുള്ളൊരു സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നം ആ ഒരു സ്ഥലത്തുള്ള അറേബ്യൻ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടൽ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ. അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ മന്തി ഇനിയാണ് കേട്ടോ മേടിക്കാറ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി. അപ്പോൾ ശിവുവിന് മന്തി വലിയ ഇഷ്ടമില്ല, എന്നാലും കുറേശ്ശെ കഴിക്കും അവൾ. പിന്നെ അതിലത്തെ മറ്റേ റൈസ് ഒക്കെ ഇഷ്ടമാണ്. മയോണൈസ് പൊട്ടയാണ് പിന്നെ കഴിക്കണ്ടെന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾക്കത് വേണ്ടാന്ന് പറയും, മയോണൈസ് വേണ്ടാന്ന് പറയും. അത് കാരണം ഞങ്ങളതിനെ കൊടുക്കാറില്ല. ബാക്കി മറ്റേ ചിക്കനായാലും റൈസൊക്കെ അവൾ നന്നായിട്ട് കഴിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ ഇന്ന് ശിവു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്യമ്മയ്ക്ക് മന്തി, അമ്മയ്ക്ക് മന്തി, എനിക്ക് എച്ചി, പിന്നെ വലിയച്ഛന് മന്തി, അച്ഛന് മന്തി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുക എന്തൊക്കെയോ പറയണത്. കാരണം പറഞ്ഞു വരുമ്പോൾ കുറേ ടൈം എടുക്കും.
പിന്നെ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പറയുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കുട്ടു. അപ്പോൾ കുട്ടു ഇനിയും കുട്ടു എടുക്കണുണ്ടപ്പോൾ ഇനിയും അവനെടുക്കാനാന്ന് വിചാരിച്ചിട്ട് ശിവ സമ്മതിക്കണില്ലേ, അത് വിലിഷിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു. അപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വടക്കുന്നാഥൻ്റെ അവിടെ പോയിരിക്കാറ് ഞങ്ങൾ നൈറ്റ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, തിരിച്ച് നമുക്ക് അമ്മല ഹോസ്പിറ്റലില്ലേ അവിടെ ആദ്യത്തെ പോലെയല്ല, ഇവിടെ ഇപ്പോൾ ആകെ മാറ്റി. എനിക്ക് ആദ്യത്തെ ആ ഒരു ഇതായിരുന്നു രസം. മറ്റേ പക്ഷികളും മൃഗങ്ങളൊക്കെ ആയിട്ട് പക്ഷികളൊക്കെ ഉണ്ടാവാറുണ്ട്, മയിൽ, അതുപോലെ മറ്റേ എന്തൊക്കെയോ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റി ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ആകെ മറ്റേ പുല്ലും അതൊക്കെ കളഞ്ഞാകെ മാറ്റിയിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.